നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. പിടിച്ചു ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് നമ്മൾ കലോത്സവ വേദിയിലേക്ക് വന്നത്. വർഷങ്ങളായിട്ട് കലോത്സവം റിപ്പോർട്ട് ചെയ്ത ഒരു പരിചയത്തോടു കൂടി നമ്മുടെ ഒരു ഫുൾ ടീം 35 പേരടങ്ങുന്ന ടീം ഇവിടെ എത്തി, കലോത്സവ വേദിയിലെത്തി. ഇപ്പോൾ പുതിയ സംഘഗാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഡ്രസ്സ് കണ്ടപ്പോൾ ഇങ്ങോട്ട് നമുക്ക് കയറിയിരിക്കാം. ഡ്രസ്സ് കണ്ടപ്പോഴാണ് ഞാൻ സംഘഗാനം എന്ന് ഊഹിച്ചത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സംഘഗാനം തന്നെയല്ലേ? സംഘഗാനമാണ്. ഏത് സ്കൂളാണ്? സിൽവർ ഹിൽസ്, കോഴിക്കോട്. കോഴിക്കോട്. കപ്പടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ? അവിടെ നിങ്ങൾ കൊണ്ടുവന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അല്ലേ? എത്ര വർഷമായി കലോത്സവത്തിൽ പങ്കെടുക്കുന്നു? കലോത്സവം ഞാൻ 6th മുതൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ +2 ആണ്. 6 കൊല്ലമായി. 6 കൊല്ലം അടുപ്പിച്ച്. എന്തൊക്കെ ഐറ്റം ഉണ്ട്? ഗ്രൂപ്പ് സോങ്, പേട്രിയോട്ടിക് സോങ്. വേറെ ഒരു ഐറ്റത്തിന് പങ്കെടുക്കില്ല? ലളിതഗാനം ഉണ്ട്. അതും ഇനിയും വരട്ടെ അങ്ങോട്ട്. അത്രേ ഉള്ളല്ലേ? അവനുണ്ട് 5 ഐറ്റം. 5 ഐറ്റത്തിന് 5 ഐറ്റം ആരാണ്? ഭയങ്കരമായിട്ട് 5 ഐറ്റം ഒക്കെ. ആ ലാസ്റ്റ് പോയിന്റ് നിനക്ക് നീ ആയിരിക്കും കൊടുക്കുന്നത് എനിക്കൊന്ന് കോഴിക്കോട് ജില്ലക്ക്. മൈക്ക് അടുപ്പിച്ച് വെക്കേ. ഹലോ, 5 ഐറ്റം ഒന്നും സംസാരിക്കാത്ത മൈക്ക് അടുപ്പിച്ച് വിളിക്കുക. ഏതൊക്കെ ഐറ്റമാണ്? ലളിതഗാനം, ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ കഥകളി സംഗീതം, ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം. ദേശഭക്തി ഗാനം അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഐറ്റത്തിനുള്ള ഇതാണല്ലേ? നിങ്ങളെല്ലാം +2 ആണോ? +1. നീ +1, +2, +1, +2, +1, +1 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷം കൂടെ ഉണ്ട് അല്ലേ? അടുത്ത വർഷം നിങ്ങൾ അടുത്ത കുട്ടികളെ കൂട്ടി ഒരുമിച്ച് വീണ്ടും വരും അല്ലേ? അപ്പം നമുക്ക് ഗാനത്തിലേക്ക് ഒന്ന് പോയാലോ? ആരാണ് മൈക്ക്? എല്ലാവർക്കും തരാണ്. ആരൊക്കെ എവിടെയൊക്കെയാണ് മൈക്ക് തരേണ്ടത്? ഇവിടെ പിന്നെ അപ്പോൾ ഒരു മൈക്കും കൂടെ തരാം. സരിഗമപമഗ സരിഗമപമഗ സമ നീ നീ നി ധനി സാനി ധപമഗ മഗ സംഗീതം സമവേതാതീതം സംഗീതം സമവേതാതീതം സപ്തസ്വരമയം ശ്രുതിപദം ലയഭരം സുധരവം ഒരതിശയ സംഗീതം സമവേതാതീതം. കഴിഞ്ഞോ? എത്ര മിനിറ്റ്? 10 മിനിറ്റ് ആണ് ആക്ച്വലി. പക്ഷേ 2 മിനിറ്റ് ആക്കി കുഴച്ചോ? ഞാൻ ഒരു ചായ കുടിക്കാമെന്ന് ഓർത്തിരുന്നോ അവിടെ ഒന്ന് കണ്ടോണ്ടോ? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. പക്ഷെ നമുക്കിതിൽ വേറൊരു മനോഹരമായ ഗാനം ആരെങ്കിലും പാടണമല്ലോ. പാട്ടുകാരാണല്ലോ അല്ലേ? എവിടെ പോന്നു? പാടണ്ട, ഇയാൾ പാടണ്ട, അവിടെ പാടിക്കോളൂ. ഒരു പാട്ട് പാടണം. അങ്ങനെയല്ല നമുക്ക് വേണ്ട. ധൈര്യമായിട്ട് പാടിക്കോ. പെട്ടെന്ന് അറിയുമ്പോ ഇങ്ങനെ പാടാൻ പാട്ട് പാടാവോ? അങ്ങനെയല്ല, ഞാൻ പെട്ടെന്നൊരു പാട്ട് സെലക്ട് ചെയ്യാനല്ലേ. നിങ്ങൾ ഇവിടുന്ന് സ്കൂൾ ബസ്സിൽ വന്നപ്പോ പാടിയ പാട്ടില്ലേ? നിങ്ങൾ ടൂർ പോയപ്പോ പാടിയ പാട്ടില്ല? അങ്ങനെ പാട്ടുകളുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ പറയൊരു പാട്ട് പാടേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാവും. ഗസല് പാടാം. ഗസൽ അതാരപ്പ പറഞ്ഞു തന്ന? ഈ കുട്ടിയുടെ അമ്മ. ആ അമ്മ പാടുമെന്ന് തോന്നുന്നുണ്ടല്ലോ. പാടില്ലേ? അമ്മ പാടുമെന്ന് പറഞ്ഞോ? അമ്മ പാടും, അമ്മ പാടും എന്നാ പാടാം ഗസല്. ബാത്ത് കരനി ബാത്ത് കരനി बात करनी मुझे मुश्किल कभी ऐसे तो न थे बात करनी बात करनी
मुझे मुश्किल कभी ऐसे तो न थे जैसे अब है तेरी महफिल कभी ऐसे तो न थे बात करनी സൂപ്പർ. ഇത് ആരുടെ ഗസലാണ്? ഇത് മെഹദി ഹസൻ. ഞാൻ ആലോചിച്ചപ്പോൾ ഞാനല്ലേ പറയാൻ വേണ്ടി ഇരുന്നാണ് അല്ലേ? ഗസലാണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെയല്ല, ഞാൻ എല്ലാ പാട്ടുകളും എൻജോയ് ചെയ്യാറുണ്ട്. ഇതിൽ പിന്നെ ആരാ പാട്ട് പാടുന്നത്? എല്ലാ ഏറ്റവും കൂടുതൽ ഐറ്റത്തിൽ പങ്കെടുത്തല്ലേ? പങ്കെടുക്കാത്ത ഐറ്റം ചാക്യാർകൂത്ത് വിളിപ്പിച്ചാലോ? അവൻ റെഡി ആണെങ്കിൽ എന്നാ വേണ്ട, ഒരു പാട്ട് പാടാം. മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് പാടിക്കാം. ഏതാ? ലൈറ്റ് മ്യൂസിക് പാടിയത്. ലൈറ്റ് മ്യൂസിക്. രാത്രി മുല്ലകൾ പോത്തുലഞ്ഞൊരി നേർത്തമഞ്ഞിൻ പാളി നീക്കി രാത്രി മുല്ലകൾ പോത്തുലഞ്ഞൊരി നേർത്തമഞ്ഞിൻ പാളി നീക്കി പരകം ചിരി തൂകീറഞ്ചാവിലുണരും നേരം താരകം ചിരി തൂകീറഞ്ചാവിലുണരും നേരം വിണ്ണിലൊരു തേരിലേറി തിങ്കളണയും തീരം വിണ്ണിലൊരു തേരിലേറി തിങ്കളണയും തീരം. മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നാളെയാണ് മത്സരമുള്ളത്. മറ്റന്നാളും 7-ാം തീയതി. മറ്റന്ന് 7-ാം തീയതി 8-ാം തീയതി കപ്പുമായിട്ട് തിരിച്ചു പോകും എന്നല്ലേ പറയാൻ പോയത് അല്ലേ? കപ്പുമായിട്ട് ഇത്തവണയും കോഴിക്കോടിനെ കൊണ്ടുപോകുന്നുള്ളതാണ് അല്ലേ? ഞങ്ങൾ കൊല്ലംകാർ തരില്ല ഇത്തവണ. ഞങ്ങളൊന്ന് മേടിക്കാൻ നോക്കട്ടെ കപ്പ്. ഞങ്ങൾ ഭയങ്കര മത്സരത്തിലാണ്. ഇപ്പൊ കോഴിക്കോടാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലേ? കോഴിക്കോട് മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ കൊല്ലംകാർ കൊണ്ടുപോകും കപ്പ്. അപ്പോൾ ഒത്തിരി സന്തോഷം. മത്സരം കഴിയുമ്പോൾ അടുത്ത മത്സരത്തിൽ പങ്കെടുത്തിട്ട് വീണ്ടും ഇവിടെ വരിക. നന്നായിട്ട് മത്സരിക്കുക, നന്നായിട്ട് പഠിക്കുക, മത്സരിക്കുക. എല്ലാ നിലയിലും നല്ല കുട്ടികളായി വളരുക. താങ്ക് യു വെരി മച്ച്. അപ്പം നമുക്ക് സന്തോഷമായി ഇപ്പം ഒരു അടുത്ത പെർഫോമൻസുമായിട്ട്